സവിനയം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഈ സമ്മേളനത്തിലെ ബഹുമാന്യനായ അധ്യക്ഷൻ മുജീബ് റഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമുക്കാവശ്യമായ ഉപദേശങ്ങൾ നൽകിയ ആദരണീയരായ ഉസ്താദ് വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, വേദിയിലെ സർവാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, പൗരപ്രമുഖരെ, ഈ പ്രദേശത്തെ സമസ്തയുടെ വിവിധ പോഷക ഘടകങ്ങളുടെ ബഹുമാന്യരായ സാരഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വളരെ പണ്ഡിതോചിതമായ പഠനാർഹമായ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനിയും പ്രസംഗങ്ങൾ ഇവിടെ നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് രണ്ട് വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. SKSSF വർഷങ്ങളോളമായി ആദർശ ക്യാമ്പയിനുകൾ നടത്താറുണ്ട്. മിക്ക വർഷങ്ങളിലും ആദർശ ക്യാമ്പയിൻ നടത്താറുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒന്നിടവിട്ട വർഷങ്ങളിലെങ്കിലും സംഘടനയുടെ രൂപീകരണ കാലം മുതൽ ആദർശ ക്യാമ്പയിനുകൾ, അതിൻ്റെ വിവിധ പ്രചാരണ പരിപാടികൾ, സമ്മേളനങ്ങളൊക്കെ നടത്തി വരിക പതിവാണ്. അതിന് പുറമെ ആദർശ പ്രചാരണങ്ങൾക്കും ആദർശപരമായ വിഷയങ്ങൾ പഠിക്കാനും സംവദിക്കാനും അതിനെ നിയമവിധേയമായി പ്രതിരോധിക്കാനൊക്കെ യുവ പണ്ഡിതന്മാരെ പ്രാപ്തമാക്കുന്ന, അവർക്ക് പരിശീലനം നൽകുന്ന ഇസ്തിഖാമ എന്ന ഒരു പ്രത്യേക സംഘടനാ സംവിധാനം തന്നെ SKSSFനുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം, നമ്മുടെ സംഘടനാ രംഗത്തും പുറത്തുമൊക്കെ അടുത്ത കാലത്തായി ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, എന്താണ് ഇപ്പോൾ SKSSFകാരിങ്ങനെ ആദർശം പറയാൻ തുടങ്ങിയിട്ടുള്ളത്, പുതിയ ആദർശ സമ്മേളനങ്ങളും ആദർശ ക്യാമ്പയിനൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്, മഹല്ലുകളിലും സമൂഹങ്ങളിലും സമുദായത്തിലൊക്കെ പുതിയ ഭിന്നിപ്പും ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ചില പരിപാടികളാണ് എന്ന തെറ്റായ ചില പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സംഘടനയുടെ രൂപീകരണ കാലം മുതലേ നടന്നു വരുന്ന ഒരു സ്ഥിരം പദ്ധതിയാണ്, പരിപാടിയാണ്. അതിന് പുറമെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ ഒന്നാമതായിട്ട് പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയ പ്രചാരണമാണ്. രണ്ടാമതായി പറയുന്നത് അതിനെതിരായി വരുന്ന ആശയ പ്രചാരണങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ അതിൻ്റെ അജണ്ടയാണ് സമസ്തയും അതിൻ്റെ പോഷക ഘടകങ്ങളും നിർവഹിക്കുന്നത് എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ദ ക്വിൻറ്റ് എന്നു പേരുള്ള ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നൊരു മാധ്യമ സ്ഥാപനം അടുത്തിടെ ഒരു സർവേ നടത്തി അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട, നമ്മളൊക്കെ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ട ഒരു കാര്യം, ഇവിടെ പലപ്പോഴും അമുസ്ലിങ്ങൾക്കെതിരെ, ഹിന്ദുക്കൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ, മറ്റു സഹോദര സമുദായങ്ങൾക്കെതിരെ അവർ നടത്തുന്ന ആഘോഷ പരിപാടികളിൽ, അവരുടെ ആരാധനാലയങ്ങളിൽ, അവരുടെ മറ്റു സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം പേരുകളിൽ ഇടയ്ക്കിടെ ഭീഷണി സന്ദേശങ്ങൾ ഉയർന്നു വരാറുണ്ട്. ഇപ്പോൾ 2025 UP നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന കുംഭമേളയിൽ
അവിടെ വലിയ സ്ഫോടനം നടത്തുമെന്നും ആ സ്ഫോടനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 1000 പേരെയെങ്കിലും കൊലപ്പെടുത്തുന്ന വലിയൊരു അക്രമത്തിന് ആവശ്യമായ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മുസ്ലിം പേരിൽ ഒരു ഭീഷണി സന്ദേശം പുറത്തു വന്നു. ഇങ്ങനെ സാധാരണ ഇടക്കിടക്ക് നമ്മൾ പത്രങ്ങളിൽ ഇതേപോലെയുള്ള ഭീഷണി സന്ദേശങ്ങൾ പുറത്തു വരാറുണ്ട്. ഇപ്പോൾ ഈ സർവേയിലൂടെ പുറത്തു വന്നൊരു കാര്യം, ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് തെറ്റായ പ്രചാരണങ്ങൾ നടത്തി മുസ്ലിങ്ങളാണ് അതിൻ്റെ പിന്നിലെന്ന് വരുത്തി തീർത്ത് മുസ്ലിങ്ങൾക്കെതിരെ കൂടുതൽ വിദ്വേഷ പ്രചരണം നടത്തുന്ന ഒരു പ്രത്യേക സംവിധാനം തന്നെ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ നേരത്തെ പറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, അത്തരം സന്ദേശം അയക്കുന്നത്, അത്തരം ഇമെയിൽ സന്ദേശം അയക്കുന്നത്, അത്തരം ഭീഷണി മുഴക്കുന്നത്, പല ആളുകളും വിമാനത്താവളങ്ങളിലേക്ക്, പോലീസ് സ്റ്റേഷനുകളിലേക്ക്, മുഖ്യമന്ത്രിമാരുടെ ഓഫീസുകളിലേക്കൊക്കെ ഈ സന്ദേശം പുറത്തുവിടുന്നത് മുസ്ലിം പേരുകളിലാണ്. അപ്പം മുസ്ലിം വ്യാജ പേരുകളിൽ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ മുടക്കി മുസ്ലിങ്ങൾ അപകടകാരികളാണെന്ന് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാൻ ഉതകുന്ന ഒരാസൂത്രിതമായ പദ്ധതി നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് ഒരു ഉത്തരവാദപ്പെട്ട മാധ്യമ സ്ഥാപനം ഒരു സർവേ റിപ്പോർട്ടിലൂടെ പുറത്തു വരികയാണ്. ഞാനിത് പറയാനുള്ള കാരണം, മുസ്ലിം സമുദായത്തിനെതിരെ വ്യാപകമായി വിദ്വേഷ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾക്കെതിരെ ഇല്ലാത്ത കെട്ടുകഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ അപകടകാരികളാണെന്ന് ലോകത്തിന് മുമ്പാകെ വരുത്തി തീർക്കാൻ വേണ്ടി ആസൂത്രിതമായ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരം അപകടകരമായ, മതത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, മതവിരുദ്ധമായ, നിയമവിരുദ്ധമായ, മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഇത്തരം പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുന്നതോടൊപ്പം അത്തരം ചിന്താഗതികൾ എവിടെയെങ്കിലും സമുദായത്തിനകത്തു വളർന്നു വരാനുള്ള സാധ്യതകളോ എന്തെങ്കിലും അവസരങ്ങളോ ആരെങ്കിലും സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുകയും അതിനെ ബോധവൽക്കരിക്കുകയും അത്തരം പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും ബന്ധമില്ലെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട വലിയൊരു ഉത്തരവാദിത്വം ഇന്ന് നമ്മുടെ സമുദായത്തിനുണ്ട്. നമ്മൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് അത്തരം ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തലത്തിൽ പഴുതു കൊടുക്കുന്ന, അവസരം കൊടുക്കുന്ന ആശയപ്രചാരണങ്ങളോ മറ്റോ നമ്മുടെ സമുദായത്തിനകത്ത് വളർന്നു വരുന്നുണ്ടെങ്കിൽ ഒട്ടും മടി കൂടാതെ അത്തരം കാര്യങ്ങളുമായിട്ട് മുസ്ലിങ്ങൾക്ക് ബന്ധമില്ല, ഇസ്ലാമുമായിട്ട് ബന്ധമില്ല, അത് മുസ്ലിം സമുദായത്തെ ചേർത്തി പറയേണ്ടതില്ല എന്ന് പരസ്യമായിട്ട് തുറന്നു പറയേണ്ട ഒരു സന്നിഗ്ധ ഘട്ടത്തിലൂടെയാണ് നമ്മുടെ സമുദായം മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഇവിടെ ബിദഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അപകടകരമായ അപജയങ്ങളെക്കുറിച്ചും അവരുണ്ടാക്കിയിട്ടുള്ള ഒട്ടേറെ വിപത്തുകളെക്കുറിച്ച് വിശദമായി വളരെ ആധികാരികമായിട്ട് ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്കിടയിൽ ഇവിടെ സുന്നി, മുജാഹിദും, ജമാഅത്തും, തബ്ലീഗും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ഇവർക്കിടയിലുള്ള തർക്ക വിഷയമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും വിശ്വാസപരമായി, ആരാധനാപരമായി, ആചാരാനുഷ്ഠാന ക്രമങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ് സാധാരണ പറഞ്ഞു വരാറുള്ളത്. അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഇവിടുത്തെ പൊതുസമൂഹം പോലും ശ്രദ്ധിക്കുന്ന, മറ്റു സഹോദര സമുദായങ്ങൾ ശ്രദ്ധിക്കുന്ന, രാജ്യത്ത് ഉത്തരവാദപ്പെട്ട സർക്കാർ വകുപ്പുകൾ ശ്രദ്ധിക്കുന്ന, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ബിദഈ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് അടുത്ത കാലത്തായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അത് മുസ്ലിം സമുദായവുമായിട്ട് ബന്ധമുള്ളതല്ല, മുസ്ലിം സമുദായത്തെ അതിന് ചേർത്ത് വെക്കേണ്ടതില്ല എന്ന് നിരന്തരമായിട്ട് പറയുകയും ബോധവൽക്കരിക്കുകയും അത്തരം തെറ്റുദ്ധാരണകളിൽ അകപ്പെട്ട ആളുകളെ പിന്തിരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെപ്പോലെയുള്ള ഉത്തരവാദപ്പെട്ട മതസംഘടനകൾക്കുണ്ട്, നമ്മുടെ ഉസ്താദുമാർക്കുണ്ട്. സ്വാഭാവികമായും ഈ ബിദഈ പ്രസ്ഥാനങ്ങളുടെ ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും തീവ്ര സലഫി ആശയങ്ങൾ നമ്മുടെ പുതിയ തലമുറയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിരന്തരമായ ബോധവൽക്കരണം നടത്തേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ട് എന്ന് എല്ലാ ആളുകളും തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. മുസ്ലിം സമുദായത്തിൽ അനൈക്യം സൃഷ്ടിക്കുന്ന, മുസ്ലിം സമുദായത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന, സമുദായം ഒരു സന്നിഗ്ധ ഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ സമുദായത്തിൽ വീണ്ടും വീണ്ടും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയല്ല ഇത്. നേരെ മറിച്ച് ഇത്തരം അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയും ആ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വരുന്ന ചെറുപ്പക്കാർ ഇതാണ് യഥാർത്ഥ ഇസ്ലാം, യഥാർത്ഥ തൗഹീദ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരിവിടുന്ന് ISIS പോലെയുള്ള ഭീകര സംഘടനകളിൽ ചേക്കേറാൻ പോവുകയും അവരിവിടുന്ന് ഹിജറ പോവുകയൊക്കെ ചെയ്യുന്ന അപകടകരമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ
അത് ശരിയല്ലെന്ന് പറയുകയും അതുമായിട്ട് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിന് ബന്ധമില്ലെന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ അറിയേണ്ടത്, ഇവിടെ നേരത്തെ വാക്കോട് ഉസ്താദ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ പണ്ഡിതന്മാർ ഈ 100 കൊല്ലക്കാലത്തിനിടയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും സംഘടനയെക്കുറിച്ച്, സംഘടനാ നേതാവിനെ കുറിച്ച്, അതിന്റെ പ്രവർത്തകരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ അവർക്കെതിരെ ശിർക്കും കുഫറും ആരോപിച്ചിട്ടില്ല. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അവർ മുസ്ലിങ്ങളല്ലെന്ന് പറഞ്ഞിട്ടില്ല. അവർ ആശയപരമായി വ്യതിയാനം സംഭവിച്ചവരാണെന്ന മാന്യമായ ഭാഷയിലെ ഈ നിമിഷം വരെ ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനങ്ങളെ കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ നേരെ തിരിച്ചെന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തിരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടുത്തെ മഹാന്മാരായ പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ അവരനുധാവനം ചെയ്യുന്ന വലിയൊരു ജനവിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരന്തരമായി അവർക്കെതിരെ ശിർക്കും കുഫറും ആരോപിക്കുന്ന അപകടകരമായ സാഹചര്യം ഉണ്ടായെന്ന് മാത്രമല്ല, ഈ 2 മാസക്കാലം മുമ്പ് നടത്തിയിട്ടുള്ള ഒരു സലഫി പ്രഭാഷകന്റെ വൃത്തികെട്ട പ്രഭാഷണം പോലും എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത്? ആ പ്രഭാഷണം വാർത്താ മാധ്യമങ്ങളിൽ പരന്നു നടന്നല്ലോ, വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടല്ലോ. എന്താണ് മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തെക്കുറിച്ച്, സഹിഷ്ണുതയെക്കുറിച്ച് സമുദായം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ആശയ സംവാദങ്ങളൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സമുദായത്തിനകത്തുള്ള ആളുകൾക്കെതിരെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഗുരുതരമായ കുഫർ ആരോപണം ഉന്നയിക്കുന്ന സലഫി പ്രഭാഷകരെ പിടിച്ചുകെട്ടണമെന്ന് ഉപദേശിക്കാൻ ആരും സന്നദ്ധമായില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർ, അതിന്റെ സംഘടനാ പ്രവർത്തകരൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഇവിടെ മുസ്ലിം സമുദായം വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് മുസ്ലിം സമുദായത്തിനെതിരെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് സമുദായത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സമുദായത്തിനകത്ത് അത്തരം കുപ്രചാരകർക്ക് ഏതെങ്കിലും അവസരം കൊടുക്കുന്ന, പഴുതു കൊടുക്കുന്ന ഏതെങ്കിലും വൃത്തികെട്ട ആശയങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല, അത് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് ഈ സമൂഹത്തോട് തുറന്നു പറയേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർക്കുണ്ട്. നമ്മുടെ സംഘടന ആ ദൗത്യം ഭംഗിയായിട്ട് നിർവഹിക്കുകയാണ്. നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സലഫി ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ 2 ചേരികൾ രൂപപ്പെട്ടിട്ടുണ്ട്. 2 ചേരികൾ രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സമുദായത്തിനകത്ത് ആചാരപരമായ തർക്കമല്ല, അനുഷ്ഠാനപരമായ തർക്കമല്ല, സ്ത്രീകളുടെ ജുമാഅത്തിനെ കുറിച്ചുള്ള തർക്കമല്ല, തവസ്സുൽ ഇസ്തിഗാസയെ കുറിച്ചുള്ള ചർച്ചയല്ല, സുബഹിയിലെ ഖുനൂത്തിനെ കുറിച്ചുള്ള ചർച്ചയല്ല. അതൊക്കെ അത്തരം ചർച്ചകളെല്ലാം സമുദായത്തിനകത്തു മാത്രം ബാധിക്കുന്നതാണ്. ചെയ്യുന്നവർക്ക് ചെയ്യാം, ചെയ്യാതിരിക്കുന്നവർക്ക് ചെയ്യാം. പക്ഷേ നമ്മുടെ രാജ്യ സുരക്ഷയെ അത് ബാധിക്കില്ല, സഹോദര സമുദായത്തെ ബാധിക്കില്ല, ഇവിടുത്തെ പൊതുസമൂഹത്തെ ബാധിക്കില്ല. പക്ഷേ അവരെല്ലാം ബാധിക്കുന്ന രീതിയിലുള്ള 2 അപകടകരമായ ചേരികൾ നമ്മുടെ സമുദായത്തിനകത്ത് കേരളീയ മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെട്ടു. എന്താണ് ഒരു വിഭാഗം? ഒരു വിഭാഗം പറഞ്ഞു, ഇന്ത്യയെ പോലെയുള്ള, കേരളത്തെ പോലെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒരുമിച്ച് ജീവിക്കുന്ന ഈ നാട്ടിൽ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാനും മരിക്കാനും കഴിയില്ല. അതുകൊണ്ട് ശുദ്ധമായ ഇസ്ലാമിക പ്രകൃതത്തിൽ ജീവിക്കാനും മരിക്കാനും ഈ നാട്ടിൽ നിന്ന് ഹിജറ പോകണമെന്ന് പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത്തരം ക്ലാസുകൾ നടത്തി, അത്തരം പ്രചാരണങ്ങൾ നടത്തി, അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതി. ആ പുസ്തകങ്ങൾ വായിച്ച്, അത് കേട്ട്, അത് പഠിച്ച്, അതാണ് യഥാർത്ഥ ഇസ്ലാം, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ഇനി അതുമാത്രമാണ് വഴി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പാവപ്പെട്ട 100 കണക്കിന് ചെറുപ്പക്കാർ കുടുംബസമേതം കേരളത്തിൽ നിന്ന് ഹിജറ പോയി എന്നുള്ളത് ഈ രാജ്യത്ത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടാണ്. അതിന്റെ സ്ഥിതിവിവര കണക്കുകൾ സർക്കാർ സംവിധാനം പുറത്തുവിട്ടിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇവിടെ സഹോദര സമുദായങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളുമായി ചേർന്നുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പാരമ്പര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ, ആ പാരമ്പര്യത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഇതേപോലെ സാമുദായിക സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന നാട്ടിൽ ഇവിടെ ജീവിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഹിജറ പോകണമെന്ന് വാദിക്കുന്ന, അതിനുവേണ്ടി പ്രബോധനം ചെയ്യുന്ന, അങ്ങനെ ക്ലാസ് എടുക്കുന്ന, ആ ക്ലാസ് കേട്ടുകൊണ്ട് ആളുകൾ ഇവിടെ നിന്ന് ഹിജറ പോകുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ
അത് തെറ്റാണെന്ന് പറയാൻ ഉത്തരവാദിത്ത ബോധമുള്ള മതസംഘടന എന്ന നിലയിൽ സമസ്തക്കും അതിന്റെ പോഷക സംഘടനക്കും ബാധ്യതയുണ്ട്. അതുമായി മുസ്ലിം സമുദായത്തെ ബന്ധപ്പെടുത്തരുതേ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത് പറയാൻ നമ്മൾ ആദർശ സമ്മേളനം നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ സംഭവിക്കാവുന്നത് ഇസ്ലാമിന്റെ പേരിൽ ഇത്തരം തെറ്റായ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം മുസ്ലിം സമുദായം അംഗീകരിക്കുന്നതാണ്, ഇവിടുത്തെ ഔദ്യോഗിക പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതാണ്. ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ സാത്വികരായ പണ്ഡിതന്മാരും പണ്ഡിത സഭകളുമൊക്കെ ഈ വൃത്തികേടുകൾ അംഗീകരിക്കുന്നവരാണെന്ന് ഇവിടുത്തെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ തെറ്റിദ്ധരിച്ചാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഈ സമുദായത്തിന്റെ വിശ്വാസ്യത ചോർന്നു പോകുന്ന, നമ്മുടെ നാടിന്റെ സാമുദായിക സൗഹാർദ്ദം തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും അത് ഈ സമുദായത്തോട് തുറന്നു പറയേണ്ട ബാധ്യത നമ്മുടെ സമുദായത്തിനുണ്ട്, സംഘടനക്കുണ്ട്. ഇന്നും അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, സലഫി ആശയത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടവർ കേരളത്തിൽ ഇന്നുമുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണ് ആദർശ സമ്മേളനങ്ങളിലൂടെ ഈ പരമാർത്ഥം സമൂഹത്തോട് തുറന്നു പറയുന്നത്. രണ്ടാമത് കേരളത്തിൽ രൂപപ്പെട്ട ചേരി ഏതാണ്? അബൂബക്കർ ബഗ്ദാദി ലോകത്ത് രൂപീകരിക്കപ്പെട്ട ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര സംഘടന, ലോകത്തെ നൂറുകണക്കിന് പണ്ഡിതന്മാർ ആ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമികമല്ല, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, ഇസ്ലാം അംഗീകരിക്കുന്ന പ്രവർത്തനമല്ല എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ചതാണ്. ആ സംഘടനയിലേക്ക് കേരളത്തിലെ സലഫി ആശയത്തിന് പ്രചോദനം ഉൾക്കൊണ്ട ആളുകൾ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കുടുംബസമേതം അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും പാകിസ്ഥാനിലേക്കും ഇവിടെ നിന്ന് പോയി അവിടെ വെച്ചുകൊണ്ട് സ്ഫോടനത്തിൽ മരണപ്പെട്ടു എന്ന് എംബസി മുഖേന കുടുംബങ്ങൾക്ക് വിവരം കിട്ടുന്നു, പത്രവാർത്തകൾ വരുന്നു. നാം പരിചരിച്ചറിയേണ്ട കാര്യം, ഇവിടെ നിന്ന് ഇസ്ലാമിക ഖിലാഫത്ത് രൂപീകരിക്കാൻ വേണ്ടിയിട്ട്, സ്ഫോടനത്തിൽ മരണപ്പെട്ട് ഷഹീദാകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ചെറുപ്പക്കാർ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സലഫി ആശയക്കാർ കേരളത്തിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് കണ്ണും പൂട്ടി ഇരുന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇസ്ലാമിന്റെ പേരിൽ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും ശരിവെക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാരെന്ന് ഇവിടുത്തെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ സമാധാനത്തെ അത് ബാധിക്കും, നമ്മുടെ നാടിന്റെ സമാധാനത്തെ അത് ബാധിക്കും, ഇവിടുത്തെ സ്വൈര ജീവിതത്തെ അത് ബാധിക്കും, ഇവിടുത്തെ സ്ഥാപനങ്ങളെ അത് ബാധിക്കും, ഈ നാടിന്റെ സാമുദായിക സൗഹാർദ്ദത്തെ ബാധിക്കും. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു മർക്കദ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ പ്രഭാഷണത്തിൽ പറഞ്ഞു, കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണമെങ്കിൽ എന്നല്ല, കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ നിലനിൽക്കണം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംരക്ഷിക്കപ്പെടണം. ഒരു വല്ലാത്ത വാചകമാണത്. കേരളത്തിലെ മുസ്ലിം സമുദായം നിലനിൽക്കണമെങ്കിൽ എന്നല്ല പറഞ്ഞത്, കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണമെന്നല്ല പറഞ്ഞത്, കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ നിലനിൽക്കണം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ നിലനിൽക്കണമെങ്കിൽ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. എന്താണ് അതിന്റെ കാരണം? സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട്, യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയാദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, സാമുദായിക സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട്, എന്റെ അയൽവാസിയായ മുസ്ലിമിനെ അവൻ ഹിന്ദുവാണെന്ന കാരണത്താൽ, ക്രിസ്ത്യാനിയാണെന്ന കാരണത്താൽ അവനെ മാറ്റി നിർത്താതെ അവനെ ചേർത്ത് പിടിക്കുന്ന യഥാർത്ഥ ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാം എങ്ങനെയാണെന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്തവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ. സ്വാഭാവികമായി മതവിദ്വേഷ പ്രചാരണം നടന്നുകൊണ്ട് ഇസ്ലാമിനെതിരെ തെറ്റായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് വർഗീയത തഴച്ചു വളരുന്ന കാലത്ത്, മുസ്ലിം സമുദായത്തെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന്, യഥാർത്ഥ ഇസ്ലാമിക ജീവിതം എന്താണെന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ യഥാർത്ഥ ഇസ്ലാമിനെ ഈ സമൂഹത്തിന് മുമ്പിൽ വരച്ചു കാണിച്ച്, ജീവിച്ചു കാണിച്ച്, പ്രബോധനം ചെയ്തിട്ടുള്ള കേരളത്തിലെ ഇന്നും വിശുദ്ധിയോടുകൂടി നിലനിൽക്കുന്ന ഏക മതപണ്ഡിത സഭ, അത് 100ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ഈ മുഖവൈരോടുകൂടി 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഇത്തരത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് പല രീതിയിൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ബിദഅി ആശയങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി പഴയ കാലങ്ങളിൽ നിന്ന് ഭിന്നമായി വ്യത്യസ്തമായ കുതന്ത്രങ്ങളിലൂടെ ബിദഅി ആശയങ്ങൾ കടന്നു വരുമ്പോൾ
അവരെ പ്രതിരോധിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. സമസ്തയുടെ പോഷക സംഘടനയുടെ ഭാരവാഹികൾക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്, മഹല്ല് ഭാരവാഹികൾക്ക് ഉത്തരവാദിത്വമുണ്ട്, മദ്രസ ഭാരവാഹികൾക്ക് ഉത്തരവാദിത്വമുണ്ട്, രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്, വിദ്യാർത്ഥികൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ദർസുകളിലും സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു നാടിൽ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ബിദഅത്തുകാരൻ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ, അവന്റെ ഒരു പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞാൽ താൽക്കാലികമായെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് എല്ലായിടങ്ങളിലും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എവിടെയാണ് ബിദഅത്തിന്റെ ആശയങ്ങൾ ഏത് തലത്തിലാണ് നുഴഞ്ഞു കയറിയിട്ടുള്ളത് എന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഈ കാലത്ത് സ്വാഭാവികമായും ഈ ബിദഅ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കേണ്ട, ആ പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ട കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എസ്കെഎസ്എഫുകാരും സമസ്തയിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഇപ്പോൾ സുന്നത്ത് ജമാഅത്ത് ഒരു 110 തലത്തിലേക്ക് എത്തിയതല്ല. അടിസ്ഥാനപരമായി അത്തരം പ്രതിരോധ മാർഗങ്ങൾ ശക്തിപ്പെടുത്തേണ്ട കാലത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരാശയം, നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലം, ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കാലം, വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കാനിരിക്കുന്ന കാലം, പൗരത്വ ഭേദ നിയമം പാസാക്കപ്പെട്ട കാലം, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സുന്നി മുജാഹിദും ജമാഅത്തും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടിങ്ങോട്ടും തർക്കിക്കേണ്ട സമയമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ബിദഅ ആശയ പ്രതിരോധത്തെ നിർവീര്യമാക്കിക്കൊണ്ട് ഒരു സങ്കര സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സങ്കര സംസ്കാരത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് യഥാർത്ഥ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങൾക്ക്, ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക് വലിയ തോതിലുള്ള അപജയങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സങ്കര സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പലയിടങ്ങളിൽ നിന്നും ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടി അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മുടെ മദ്രസകളിലൂടെ, നമ്മുടെ ദർസുകളിലൂടെ, നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ, നമ്മുടെ പ്രഭാഷണങ്ങളിലൂടെ, നമ്മുടെ രചനകളിലൂടെ ഏതെല്ലാം തലങ്ങളിലൂടെയാണ് ഈ ബിദഅ ആശയങ്ങൾ നുഴഞ്ഞു കയറുന്നതെങ്കിൽ അതിനെ കൃത്യമായി പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നുണ്ട്. നേരത്തെ വാക്കോട് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ചില ബിദഅ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം മണക്കുന്ന അത്തരത്തിലുള്ള ചില പ്രവണതകൾ കൊണ്ട് തുടങ്ങുന്ന ചില അപകടകരമായ കാര്യങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ പടുത്തുയർത്തപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ കടന്നു വന്നപ്പോ സ്വാഭാവികമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൽ ഇടപെട്ടു. ഇടപെടേണ്ടത് സമസ്തയുടെ ബാധ്യതയാണ്. അതിനുവേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത്, അതിനുവേണ്ടിയാണ് സമസ്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ മേൽവിലാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ അത്തരത്തിലുള്ള ആശയത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സമസ്ത അതിൽ ഇടപെടും. സ്വാഭാവികമായും അത്തരത്തിലുള്ള ചില തീരുമാനങ്ങളിലേക്ക് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് കടന്നു വരേണ്ടി വന്നു. നമുക്കറിയാം, CAC-യുമായി ബന്ധപ്പെട്ട വിഷയം വിശദമായിട്ട് ഇവിടെ പറഞ്ഞു. ഞാനിവിടെ പറയാത്ത അതിന്റെ മറ്റൊരു കാര്യം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ അറിയേണ്ടത്, ആ സംവിധാനം തുടങ്ങുന്ന കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പ് ആ സംവിധാനം തുടങ്ങുന്ന കാലത്ത് അന്നത്തെ പത്രകോളങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പരസ്യവാചകമുണ്ടായിരുന്നു. ആ പരസ്യത്തിന്റെ ഏറ്റവും മുകളിലത്തെ ക്യാപ്ഷൻ എന്തായിരുന്നു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ്. നിങ്ങൾ ആലോചിക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ പരിചയപ്പെടുത്തിയാൽ അത് വായിക്കുന്ന രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മഹല്ല് ഭാരവാഹികളും എന്താണ് ചിന്തിക്കുക? പോയി ചേർക്കാം, നമ്മുടെ പള്ളിയിൽ ഉത്ബോധനം നടത്താം. നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ് പാസ്സായ പരമാവധി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവിടെ കൊണ്ടുപോയി ചേർക്കാം. കാരണം എന്താണ്? സമസ്തയുടെ മുഷാവർ അംഗീകരിച്ച സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാഠ്യപദ്ധതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ ചേരാൻ വേണ്ടി പോയി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ചേർന്നു. സ്വാഭാവികമായും സമസ്തയുടെ തണലിൽ വളരുന്ന, സമസ്തയുടെ മേൽവിലാസത്തിൽ വളരുന്ന, സമസ്തയുടെ പേരിൽ വളരുന്ന ഒരു സംവിധാനമായതുകൊണ്ട് വളരെ പെട്ടെന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ തുടങ്ങുന്നു. സ്ഥാപനങ്ങൾ വളർന്നു വരുന്നാകുന്നു. പുതിയ പുതിയ ഓഫ് ക്യാമ്പസുകൾ വരുന്നു. ഒരുപാട് ബ്രാഞ്ചുകൾ വരുന്നു. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൽ വലിയ സ്വാധീനവും അംഗീകാരവും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വളരെ കുതന്ത്രത്തിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിന്റെ ഭരണപരമായിട്ടോ അക്കാദമികപരമായിട്ടോ ഒരു നിയന്ത്രണവും ഇല്ലാത്ത വിധം ആ അധികാരങ്ങളെല്ലാം വെട്ടിമുറിക്കൊണ്ട് ഒരു സ്വതന്ത്ര ബോഡിയാക്കി മാറ്റാനുള്ള ഗൂഢമായ പദ്ധതി തയ്യാറാക്കി അത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ തുടങ്ങി. അത് സ്വാഭാവികമായും നമ്മുടെ ആദരണീയരായ ഉസ്താദുമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അവരതിൽ ഇടപെട്ടു.
അതിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. അത്തരം ആ സമസ്തയുടെ മേൽവിലാസത്തിൽ പടുത്തുയർത്തപ്പെട്ട സംവിധാനത്തിന് സമസ്തക്ക് അവിടെ ഇടപെടാൻ ഒരു റോളുമില്ലാത്ത വിധം ഭരണഘടന ഭേദഗതി ചെയ്യുന്ന അപകടകരമായ കാഴ്ച നമ്മൾ കണ്ടു. ആ കാര്യം ഇവിടെ പല ആളുകളും തുറന്നു പറഞ്ഞപ്പോ, അത്തരം കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടപ്പോ പലപ്പോഴും അത്തരം കാര്യങ്ങൾ അത് വിശ്വസിക്കാൻ പലർക്കും പ്രയാസമുണ്ടായി. അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നിയന്ത്രണമില്ലാത്ത, സമസ്തക്ക് ഇടപെടാൻ അവകാശമില്ലാത്ത അത്തരമൊരു സംവിധാനത്തിലേക്കൊന്നും ഒരിക്കലും അത് പോകില്ല എന്ന ധാരണയായിരുന്നു പല ആളുകൾക്കും ഉണ്ടായിരുന്നത്. അവസാനം അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ തന്നെ പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഇത് സ്വതന്ത്രമായ ഒരു എന്റിറ്റിയാണ്, ഇത് സ്വന്തം എന്റിറ്റിയാണ്, സമസ്തക്ക് ഇവിടെ റോളില്ല. സമസ്തക്ക് ഇവിടെ റോളില്ല എന്ന വാചകം മാത്രമല്ല പറഞ്ഞത്, സമസ്തക്കാർക്ക് ഇവിടെ റോളില്ല എന്ന് പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സമസ്ത എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിക്കണം. സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിന്റെ തണലിൽ വളരുന്ന ഒരു സംവിധാനമാണെന്ന് ധരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഭൂമി സ്വത്തുക്കൾ വഖഫ് ചെയ്തുകൊണ്ട് സംഭാവന കൊടുത്ത് സ്വന്തം മക്കളെ പഠിക്കാൻ പറഞ്ഞയച്ചിട്ട് ഒരു വിദ്യാഭ്യാസ സംവിധാനം വളർന്ന് പന്തലിച്ച്, അത് ഏകദേശം വളർന്ന് പന്തലിച്ച് അതൊരു നിർണായകമായ ഘട്ടത്തിലെത്തിയപ്പോ അതിന് നേതൃത്വം കൊടുക്കുന്നയാൾ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയുന്നു, ഇവിടെ സമസ്തക്ക് റോളില്ല, സമസ്തക്ക് അവകാശമില്ല, ഇത് സ്വതന്ത്രമായ ഒരു ജനറൽ ബോഡിയാണ്, ഇതിന്റെ കാര്യങ്ങൾ അന്തിമമായി തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ദാർഢ്യത്തോടു കൂടിയാണ് ആ സംവിധാനം കൊണ്ടു നടന്ന ആളുകൾ ശ്രമിച്ചത് എന്ന് നമ്മൾ കണ്ടു. തീർന്നില്ല. അവിടെ ആശയപരമായ ആദർശവിരുദ്ധ പ്രചാരണം നടത്തിയതിന്റെ പേരിൽ അത് കൃത്യമായിട്ട് ഉസ്താദുമാർ തിരിച്ചറിയപ്പെട്ടപ്പോ അതിന് നേതൃത്വം കൊടുക്കുന്നയാളെ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പുറത്താക്കിയെന്ന് മാത്രമല്ല, ഇനി മുതൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയിട്ടുള്ള ഒരു സംവിധാനവുമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബന്ധമില്ല എന്ന് ഏകദേശം 1.5 വർഷം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ യോഗം പരസ്യമായി പ്രഖ്യാപിച്ചു. നിങ്ങൾ ആലോചിക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മൂക്കിൽ വലിച്ചു കൊണ്ടുപോകാൻ പോകുന്നതല്ല ഈ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമസ്തയുടെ തീരുമാനത്തെ പരിഹസിച്ചവരുണ്ടായിരുന്നു. സമസ്തയെ അങ്ങനെ തീരുമാനമെടുത്തപ്പോ നമ്മുടെ ആദരണീയരായ ഉസ്താദുമാരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറി വിളിച്ചവരുണ്ടായിരുന്നു. ആദരണീയരായ ഉസ്താദുമാരെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും അതിന്റെ മുഷാവറയെയും ഒക്കെ പൊതുനിരത്തിൽ തെറി പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 100 കൊല്ലക്കാലത്തിനിടയിൽ മതപരമായ കാര്യത്തിൽ ഈ സമുദായത്തോട് എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം അക്ഷരം പ്രതി അനുസരിച്ചതാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യം. വാഫി സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാഴ്ച മുമ്പ് എറണാകുളത്ത് നടന്ന പരിപാടിയിൽ അവരുടെ ഉത്തരവാദപ്പെട്ട ഒരാൾ പ്രസംഗിച്ചു. ആ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ കാണാൻ കഴിയും. അവർ പറഞ്ഞു, വാഫി സംവിധാനം പടർന്നു പന്തലിച്ച് അതിന്റെ പൂർണ്ണ സ്ഥിതിയിലെത്തിയപ്പോ ഇതിന്റെ കീഴിൽ 150-ലധികം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളാരും പറഞ്ഞതല്ല. അവരുടെ ഉത്തരവാദപ്പെട്ട വ്യക്തി ഉത്തരവാദപ്പെട്ട വേദിയിൽ പരസ്യമായിട്ട് പ്രസംഗിച്ചതാണ്. ആ സംവിധാനം അതിന്റെ പൂർണ്ണസ്ഥിതിയിലെത്തിയപ്പോ 150-ലധികം വരുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ കീഴിൽ 54 സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത് എന്ന് അവര് പറഞ്ഞതാണ്. എവിടെ പോയി 100 സ്ഥാപനങ്ങൾ? എവിടെ പോയി 100 സ്ഥാപനങ്ങൾ? ഈ 100 സ്ഥാപനങ്ങൾ പോയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സംവിധാനവുമായി ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമല്ല, നേരെ മറിച്ച് സമസ്ത ഒരു സൂചന കൊടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു സൂചന കൊടുത്തു. ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സംവിധാനവുമായിട്ട്, അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ള സംവിധാനവുമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സഹകരിക്കില്ല എന്ന ഒരു സൂചന കൊടുത്തപ്പോഴേക്ക് ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ ഈ സൂചന കേട്ടുകൊണ്ട് 100ഓളം സ്ഥാപനങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങിയെങ്കിൽ അതാണ് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ള അംഗീകാരവും സ്വീകാര്യതയുമെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്ന കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ധമായ വിദ്വേഷം കൊണ്ടല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ മേൽവിലാസത്തിൽ പടുത്തുയർപ്പെട്ട ഒരു സംവിധാനം, ആ സംവിധാനത്തെ
വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ ഇങ്ങനെ ഇകഴ്ത്താനും മോശമായി ചിത്രീകരിക്കാനൊക്കെ ശ്രമം നടത്തിയപ്പോഴും ഒരിക്കലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ, അതിന്റെ നേതാക്കന്മാർ ആ ഭാഷയിൽ തിരിച്ചു സംസാരിച്ചില്ല. നേരെ മറിച്ച് ഭൂമിയോളം ക്ഷമിച്ചുകൊണ്ട് നിരന്തരമായ ചർച്ചയിലൂടെ ധിക്കാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും പ്രതികരണങ്ങൾ വന്നപ്പോഴും ഈ സംവിധാനം എങ്ങനെയെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തണലിൽ നിന്നുകൊണ്ട് ഈ സമുദായത്തിന് ഗുണകരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിരന്തരമായ താല്പര്യത്തോടുകൂടി സതുദ്ദേശപൂർവ്വം നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തി. പക്ഷേ ആ പരിശ്രമങ്ങൾക്കെല്ലാം ഒടുവിൽ ദാർഢ്യത്തോടുകൂടി ധിക്കാരത്തോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ആ വിഭാഗം അതിനോട് സമീപിച്ചത്. അവസാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ യോഗം അന്തിമമായി തീരുമാനം പ്രഖ്യാപിച്ചു. സമസ്ത മുന്നോട്ട് വെച്ച, മധ്യസ്ഥന്മാർ മുന്നോട്ട് വെച്ച ഈ വിഷയം പരിഹരിക്കണമെന്ന് സതുദ്ദേശപൂർവ്വം ഇടപെട്ട മുഴുവൻ ആളുകളും അവിടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു. അവർ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ഇവർ ലംഘിച്ചിരിക്കുന്നു. ആ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ട് ദാർഢ്യത്തോടുകൂടിയാണ് ഈ വിഭാഗം മുന്നോട്ട് പോകുന്നത് എന്ന് പരസ്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ യോഗം ചേർന്നുകൊണ്ട് ഈ സമുദായത്തോട് പ്രഖ്യാപിക്കേണ്ടി വന്നു. അത് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന മഹാൻ വന്നിട്ട് മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശുദ്ധീകരിക്കണം, സമസ്തയുടെ ഡ്രൈവർമാർ മാറണം, സമസ്ത ഒരു യാഥാസ്ഥിക സംഘടനയാണ് എന്ന് പറഞ്ഞ് ഇക്കാലം അത്രയും സമസ്തയും സുന്നി പണ്ഡിതന്മാരെയും മുജാഹിദ് ജമാഅത്ത് ബിദഈ പ്രസ്ഥാനങ്ങളെ വിശേഷിപ്പിച്ചിരുന്ന അതേ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമസ്തക്കെതിരെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തുന്ന കാഴ്ച കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇദ്ദേഹത്തെ കുറിച്ച് ദീർഘദൃഷ്ടിയോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും ബോധ്യമായി. ഇപ്പോൾ എത്തി നിൽക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദരണീയരായ പാണക്കാട് സാദാത്തുക്കൾ, മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ നിരന്തരമായ ചർച്ച നടത്തി, അത് മധ്യസ്ഥ ശ്രമം നടത്തി, എല്ലാം ശാശ്വതമായി പരിഹരിക്കാനുള്ള പാക്കേജ് തയ്യാറാക്കി. പക്ഷേ ഈ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ നിരന്തരമായ കുതന്ത്രങ്ങളിലൂടെ ദാർഢ്യത്തോടുകൂടി ധിക്കാരപരമായ സമീപനം നടത്തിയിട്ട് അവർ സ്വതന്ത്രമായി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആര് സ്വതന്ത്ര വിദ്യാഭ്യാസ ഏജൻസികൾ നടത്തിയാലും നമുക്ക് കുഴപ്പമില്ല. ഇന്ത്യ രാജ്യമാണ്. ഈ രാജ്യത്തെ ഏത് പൗരന്മാർക്കും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാം, നടത്താം. അതൊക്കെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ആർക്കും എന്ത് സംവിധാനങ്ങളും ചെയ്യാം. പക്ഷേ ഒരു കാര്യം കൃത്യമായി വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നു, ആദരണീയരായ ഉസ്താദുമാരെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേര് പറഞ്ഞുകൊണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തുകൊണ്ട് എവിടെയെങ്കിലും സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വഖഫ് ഭൂമി കയ്യിൽ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഏതെങ്കിലും നിലയിൽ അവകാശപ്പെട്ടതാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും തിരിച്ചുപിടിക്കാനുള്ള നിരന്തരമായ പോരാട്ടങ്ങൾക്ക് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് വരുമെന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി സൂചിപ്പിക്കുകയാണ്. കാളികാവിൽ സംസാരിക്കുന്നത് കൊണ്ട് ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം. ബഹുമാന്യനായ അടക്കാക്കുണ്ട് ബാബു ഹാജി ഞാൻ ഇവിടെ പരിചയപ്പെടുത്തേണ്ടതില്ല. ആയിരക്കണക്കിന് ആളുകൾക്ക് അവലംബമായിരുന്ന, താണിയായിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് എല്ലാ അർത്ഥത്തിലും ഒരു മാർഗദർശിയായിരുന്ന ഒരു സാധു മനുഷ്യൻ, നിഷ്കളങ്കനായ മനുഷ്യൻ. അദ്ദേഹമാണ് ഇവിടെയുള്ള ഈ കാളികാവിലെ വാഫി ക്യാമ്പസിന് ആവശ്യമായിട്ടുള്ള ഭൂമി കൈമാറിയതും. ഇന്ന് സ്വതന്ത്രമായി ഇത് ഞങ്ങളുടെ എൻറ്റിറ്റിയാണ്, ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളുടെ സൊസൈറ്റിയാണ്, ഞങ്ങളുടെ ജനബോഡിയാണ്. ഇവിടെ സമസ്തക്ക് റോളില്ലെന്ന് പറയുന്ന ആളുകൾ ആ വഖഫാധാരം ഒന്ന് വായിക്കണം. ആ വഖഫാധാരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കാൻ പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് എഴുതി കൊടുത്ത, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഉടമസ്ഥാവകാശമുള്ള, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ വാഖിഫ് തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്ഥാപനമാണെങ്കിലും അത് തിരിച്ചു പിടിച്ചുകൊണ്ട് സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ആ വാഖിഫിന്റെ നിയ്യത്തനുസരിച്ചുകൊണ്ട് ആ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്കുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ആദരണീയനായ അടക്കാക്കുണ്ട് ബാബു ഹാജി, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് എഴുതി കൊടുത്ത വഖഫാധാരമാണ് എന്റെ കൈവശമുള്ളത്. ഈ വഖഫാധാരത്തിൽ അതിന്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് 1934-35 കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ 1-ാം നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട, ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ജനാബ് ആനക്കര കോഴിക്കോട്ട് മുസ്ലിയാർ അവർകൾ പ്രസിഡന്റും ജനാബ്
ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകൾ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെയും അതിന്റെ ആദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എന്ന മുഖവരയോടുകൂടിയാണ് ബാപ്പു ഹാജി ഇതുമായി ബന്ധപ്പെട്ട വഖഫ് ആധാരം എഴുതി കൊടുത്തിട്ടുള്ളത്. ആ വഖഫ് ആധാരത്തിൽ അദ്ദേഹം കൃത്യമായി 5 വ്യവസ്ഥകൾ പറയുന്നുണ്ട്. അദ്ദേഹം എഴുതി കൊടുത്ത വഖഫ് ആധാരം അനുസരിച്ചുകൊണ്ട് ആ വാക്കിഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈ സ്ഥാപനം ആ ഭൂമിയിലുള്ള എന്ത് സ്ഥാപനമാണെങ്കിലും അത് നടത്തിപ്പിന്റെ പ്രധാനപ്പെട്ട 5 വ്യവസ്ഥകൾ വാക്കിഫ് രേഖപ്പെടുത്തുന്നു. വാക്കിഫ് രേഖപ്പെടുത്തി വഖഫ് ചെയ്ത ആധാരമാണ് കൈവശമുള്ളത്. ഈ വാക്കിഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് ഭിന്നമായി ആര് സ്ഥാപനം നടത്തിയാലും അത് തിരിച്ചു പിടിക്കാനും ആ വാക്കിഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യവസ്ഥാപിതമായ നിയമവിധേയമായ സംവിധാനങ്ങളുണ്ട് എന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 5-6 വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്ഥലം വഖഫ് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ കാലശേഷം ഈ ഭൂമിയിൽ എങ്ങനെയാണ് കൊണ്ട് നടക്കേണ്ടതെന്നതിന്റെ 6 വ്യവസ്ഥകൾ എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, മേൽ സ്ഥാപനങ്ങൾ യാതൊരു കാരണവശാലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ നിന്ന് മേൽ വിപരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളിൽ നിന്ന് തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്ത വിധത്തിൽ ആവേണ്ടതാണ്. നേരത്തെ വാക്കോട് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്ത് ജമാഅത്ത് എന്നല്ല പറഞ്ഞത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളിൽ നിന്നും അതിന്റെ തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിക്കാത്ത വിധത്തിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഈ സ്ഥലം വഖഫ് ചെയ്ത വാക്കിഫ് അടക്കാക്കുണ്ട് ബാപ്പു ഹാജി എഴുതി വെച്ചിരിക്കുന്നു. രണ്ടാമതായി എഴുതി വെച്ചിരിക്കുന്നത്, ഈ വ്യവസ്ഥകൾക്ക് ലംഘനം വരുന്ന സാഹചര്യം ഉണ്ടായാൽ മേൽ സമസ്ത മുഷാവറ ഇടപെടുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി ആ വഖഫ് ആധാരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് സ്വന്തം എൻറ്റിറ്റിയാണ്, ഞങ്ങളുടെ ജനബോഡിയാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ 4 വാഫികളെ കൂട്ടിയിട്ട് ഞങ്ങൾ ജനബോഡി ഉണ്ടാക്കി, ഞങ്ങൾ തന്നെ സിൻഡിക്കേറ്റ് ഉണ്ടാക്കി, ഞങ്ങൾ തന്നെ സെനറ്റ് ഉണ്ടാക്കി, ഞാനും ഭാര്യയും തട്ടാനുമാണ് ഇനിയുള്ള കാലത്ത് CIC കൊണ്ട് നടക്കേണ്ടതെന്ന വ്യാമോഹമുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്ന കാലം വിദൂരമല്ല എന്ന് ഈ ആയിരക്കണക്കിന്റെ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇവിടെ മാത്രമല്ല, ഇനിയും പല സ്ഥലങ്ങളിൽ ഇവർ പറഞ്ഞിട്ടുള്ള 54 സ്ഥാപനങ്ങളിൽ എവിടെയെല്ലാമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിന്റെ പോഷക സംഘടനകളുടെ അതിന്റെ നായകന്മാരുടെ പേര് വെച്ചുകൊണ്ട് ഈ സംഘടനയുടെ മേൽവിലാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എവിടെയെല്ലാം സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ ശിഷ്ടകാലം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ നിയമപരമായിട്ടുള്ള സാധുതയുള്ളതുണ്ടോ അവിടെയെല്ലാം സമസ്തയുടെ പ്രവർത്തകന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ നിയമവിധേയമായി ഇടപെട്ടുകൊണ്ട് അതെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കുഴക്കീഴിൽ കൊണ്ടുവരാൻ ആവശ്യമായ നിരന്തരമായ ഇടപെടൽ നടത്തും. നമ്മുടെ ആദരണീയ ഉസ്താദുമാരുടെയും നേതാക്കന്മാരുടെയും ആഹ്വാനം വരുമ്പോൾ നിങ്ങളൊക്കെ അതുമായി സഹകരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സുന്നി യുവതയുടെ ആവേശം ഉസ്താദ് അബ്ദുൽ